സർവീസ് ചട്ടത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? എവറി മെമ്പർ ഓഫ് ദി സർവീസ് ഷാൽ മെയിൻറ്റെയിൻ ഹൈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, ഇൻറ്റഗ്രിറ്റി ആൻഡ് ഓണസ്റ്റി. രണ്ടാമത്തെ പോയിന്റ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി എന്നുള്ളതാണ്. മൂന്നാമത്തത് പ്രൊമോട്ടിംഗ് ഓഫ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് മെറിറ്റ്, ഫെയർനെസ് ആൻഡ് ഇംപാർഷ്യാലിറ്റി ഇൻ ദ ഡിസ്ചാർജ് ഓഫ് ഡ്യൂട്ടീസ്. അത് പലതരത്തിൽ വ്യാഖ്യാനിക്കാം. ഇപ്പോൾ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ പലതരത്തിൽ വ്യാഖ്യാനിക്കാം. ഇപ്പോൾ അരുണിൻ്റെ വ്യാഖ്യാനമായിരിക്കില്ല എൻ്റെ വ്യാഖ്യാനം. എവിടെയാണ് അതിർവരമ്പ് എന്നുള്ളത് സ്വയം നിശ്ചയിക്കേണ്ടതാണ്. നമുക്ക് നേരത്തെ പല വിഷയങ്ങളിലും ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് നമ്മൾക്ക് ഒരു IAS ഉദ്യോഗസ്ഥനെ ചർച്ചയ്ക്ക് വിളിച്ചാൽ അവർ വരില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് സ്വന്തമായൊരു അഭിപ്രായം പറഞ്ഞുകൂടാ. സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറയാം. അതല്ലാതെ അതിൻ്റെ മെറിറ്റിനെ കുറിച്ചോ അതിൻ്റെ ഡീമെറിറ്റിനെ കുറിച്ചോ അങ്ങനെ പരസ്യമായി പ്രതികരിക്കാൻ അവർക്ക് അധികാരമില്ല എന്നുള്ളതാണ് സർവീസ് ചട്ടം പറയുന്നത്. അപ്പോൾ ആ സർവീസ് ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇനി അടുത്തത്, ഈ പറയുന്ന പോസ്റ്റ് ഒരു രാഷ്ട്രീയ നേതാവായി, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് തന്നെയാണ്, കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പോസ്റ്റ്. അത്രയ്ക്കും അടുപ്പമുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന KK രാഗേഷുമായി നല്ല വ്യക്തിബന്ധം പുലർത്തുന്ന ഒരാളാണെങ്കിൽ നേരിട്ട് പറയാം, അല്ലേ? ഫോൺ ചെയ്ത് പറയാം. ഇത് ജനങ്ങൾ കൂടി അറിയട്ടെ എന്ന രൂപത്തിൽ അത് അവതരിപ്പിക്കുമ്പോൾ അതിൽ വേറെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്ന് സംശയിച്ചാൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല.